നായ്ക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഈ ബീച്ച് സൈഡിൽ സ്റ്റേ ചെയ്യാനുള്ള അനുവാദമില്ല. പക്ഷേ നമ്മൾ ആ പാർക്കിൻ്റെ അവിടെ വെളിയിൽ വല്ലതും അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ സമയമായി. ഇതാണ് അവസ്ഥ. പക്ഷേ കാർമേഘം ഉള്ളതുകൊണ്ട് അസ്തമന സൂര്യനെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പിള്ളേരുടെ പന്ത് ഇതാ ഓടിക്കളിക്കുന്നുണ്ട്. അത് ഉരുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിള്ളേരിവിടെ സെവൻസ് കളിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങറ്റത്തു നിന്നാണ് വന്നത് കേട്ടോ. അതെ, ആ കപ്പൽ കിടക്കുന്നുണ്ടോ അങ്ങകലെ ഏയ് അങ്ങോട്ടൊന്നും പോകണ്ട, നീ പോര്. നമുക്കിവിടെ ഈ ചാനൽ ഇരിക്കാം. ആരവിടെ നീവിടെ വായിവിടെ. ധർമ്മടം ബീച്ച്. ഇവിടെ ഇരിക്കാം. അവിടെ ഒരു കട്ടമരമുണ്ട്, അകത്തെ കയറിയിരിക്കാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ധർമ്മടം ബീച്ചിലാണ്. ഞാനിന്നലെ തലശ്ശേരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. തലശ്ശേരിയിൽ നിന്ന് രാവിലെ തന്നെ നമ്മൾ തലശ്ശേരി മാർക്കറ്റിൻ്റെ അടുത്താണ് കിടന്നത്. അവിടുന്ന് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് പോന്നിട്ട് നേരെ തലശ്ശേരി കോട്ട കാണാൻ വേണ്ടി പോയി. രാവിലെ തൊട്ട് ഞങ്ങൾ തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നടന്ന് അവിടുത്തെ ചരിത്രപ്രസിദ്ധമായ പല സ്ഥലങ്ങളും കണ്ടിട്ടാണ് ഈ ധർമ്മടം ബീച്ചിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കാണുന്നത് ധർമ്മടം ഐലൻഡാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അവിടെ നേരത്തെ താമസക്കാരുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവരെ ഒഴിപ്പിച്ച് ഇങ്ങോട്ടേക്ക് മെയിൻ ഐലൻഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 100-200 മീറ്റർ ദൂരമേ ഉള്ളൂ ആ ഐലൻഡിലോട്ട്. ശരിക്കും ഇവിടുന്നൊരു റോപ്വേയോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇതായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു പ്രൈവറ്റ് സാഹചര്യം ഉണ്ടാവില്ല. അതിനൊക്കെ പെർമിഷൻ എടുക്കണേ വലിയ കടമ്പകൾ കടക്കേണ്ടി വരും. അപ്പോഴത്തെ ഈ ഐലൻഡിനോട് ചേർന്നുള്ള കുറച്ച് പാറക്കൂട്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. അങ്ങോട്ടൊക്കെ പോകുന്നത് അപകടകരമാണെന്നുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കാണാൻ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, ആ പാറയൊക്കെ കാണാൻ നല്ല മനോഹരമായ പാറയാണ്. അത് ചീങ്കല്ലാണ്. ഈ പ്രദേശത്ത് മുഴുവൻ ചീങ്കല്ലാണ്. ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ചീങ്കല്ലുകൾ ഇങ്ങനെ എഴുന്ന് നിൽക്കുന്ന കാണാം. ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ കടൽ ഫ്രീ ആയിട്ട് വള്ളങ്ങൾ കയറി വരാനുള്ള സാഹചര്യമുള്ളൂ. നാച്ചുറലായിട്ട് പൊഴിമുഖങ്ങളാണത്. അപ്പോൾ രാവിലെ നമ്മൾ പോയ ബർണൻ സാഹിബിൻ്റെ ആ കുടീരത്തിൽ സാഹിബ് ഇതുപോലുള്ള ഈ കരിങ്കല്ല് പാളികളുള്ള കടലിൽ അദ്ദേഹവും ആളുകളും സഞ്ചരിച്ചിരുന്ന പായ്ക്കപ്പൽ തകരുകയും ഇതിലെവിടെയോ ഇടിച്ചാണ്, പ്രകൃതിക്ഷോഭം നടക്കുന്ന സമയത്ത് എവിടെയോ ഇടിച്ചാണ് ആ കപ്പൽ തകർന്നത്. ആ തകർന്ന കപ്പലിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട് തലശ്ശേരിയിൽ വന്ന് അദ്ദേഹം ചേരുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള കാലം അദ്ദേഹം അവിടെ തന്നെ തൊഴിൽ ചെയ്ത്, ഹാർബറിലൊക്കെ തൊഴിൽ ചെയ്ത് ഉണ്ടാക്കിയ പണമാണ് ഇപ്പോഴത്തെ ആ കോളേജും. ആദ്യം ഒരു സ്കൂളായിരുന്നു, അത് പിന്നീട് പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറിയായി. അതിനുശേഷമാണ് ആ കോളേജ് ഉണ്ടായത്. അത് പിന്നീട് അവിടുന്ന് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ പറയുമ്പോൾ ഒരാളിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അല്ലേ? എന്നാ മടുത്തോ നീ? മടുത്തോടി? മടുത്തെങ്കിൽ ഒന്നുകൂടെ നടന്നിട്ട് തരാം. വാ.
അപ്പോൾ അതേ ഞങ്ങൾ കടപ്പുറത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയ പാതയിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. ഞാനും കുഞ്ഞിയുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ചെറിയ കാടുകളുടെ സൈഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഓട്ടത്തിന് 1ാം സ്ഥാനം കിട്ടിയ ആളാണ് എൻ്റെ കൂടെ വരുന്നത്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പതിയെ തിരിച്ച് പാർക്കിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് നമ്മുടെ ഗാഡ്ജറ്റൊക്കെ ഒന്ന് ചാർജിങ്ങിന് ഇടണം. 9 മണി വരെ ചാർജിങ്ങിന് ഇടാമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. കണ്ടോ, തെങ്ങും തോപ്പുകളാണ് ആ സൈഡിൽ കാണുന്നത് മുഴുവൻ. നല്ല രസമുണ്ട് കാണാൻ. കേരം തെങ്ങും കേരള നാട് ഇവിടെയാണ് കാണുന്നത്. അപ്പം നമ്മൾ പതിയെ പോവുകയാണ്. കടലിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായിട്ടുണ്ട്. ഐലൻഡൊക്കെ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഏരിയയിൽ മുഴുവൻ നിറച്ച ആളുകളായി. അപ്പോൾ കപ്പൽ പണിയുന്ന ആളുകളൊക്കെ മാറി. കുഞ്ഞി ആ ബെൽറ്റ് അങ്ങ് മാറ്റിക്ക്. നീ നടന്നു പതിയെ പോണേ. അച്ഛക്ക് നടക്കാൻ വയ്യ, സൈക്കിളിൽ ഓടി മടുത്തടി, അതുകൊണ്ട് നടക്കാൻ വയ്യ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പതിയെ നടക്കുകയാണ്. നടന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ പൊളിക്കുന്ന സ്ഥലമൊക്കെ എത്തി. അപ്പോൾ അതിനുവേണ്ടി അവർ വാഹനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ റോഡ് ഉണ്ടാക്കിയത് കേട്ടോ. ശരിക്കും അതിനുവേണ്ടി മണ്ണിട്ട് ഉറപ്പിച്ചതാണ്. കാരണം ഇത്രയും ഹെവി ഉപകരണങ്ങൾ കൊണ്ടുവരണതിൽ ഇത്രയും വലിയ സ്ഥലം വേണം. അതിനിടയ്ക്കൊരു വണ്ട് പൂന്ന് വരുന്നതാണ്. ഈ പൂവിൽ നിന്നും തേന്ന് വരുന്നു. കരിവണ്ടെന്ന് പറയും. ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ ദേഹത്ത് നൂല് കെട്ടിയിട്ട് പറപ്പിച്ച് വിടുമായിരുന്നു. തഴവണ്ടെന്ന് പറയും, കരിവണ്ടെന്ന് പറയും. ഇത് തഴയിലാണ് കൂടുതൽ കാണുക. ഇത് മുട്ടയിടുന്നതൊക്കെ തഴയിലാണ്, തഴ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നൊസ്റ്റാൾജിയ അടിച്ച് ഞാനും കുഞ്ഞിയും കൂടി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നൊസ്റ്റാൾജിക്കൽ കുഞ്ഞി അല്ലേ കുഞ്ഞി? അല്ലേ, കുഞ്ഞിൻ്റെ പേരങ്ങനെയാണോ? നൊസ്റ്റാൾജിക്കൽ കുഞ്ഞി എന്താണോ? ഇതിൻ്റെ അകത്തുകൂടിയൊക്കെ ഗുഹ പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ പോകാൻ. ഇവിടുത്തെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് അവർ പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ ഷെഡിൻ്റെ അകത്ത് കയറി. അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഓരോ പീസുകൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഭായിമാരൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് അവരുടെ ഷെൽട്ടർ. അവരിവിടെ താമസിച്ചാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കപ്പലിൽ നിന്ന് എടുത്ത സാധനങ്ങളാണെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഇത് ജനറേറ്ററുകൾ എല്ലാം തുരുമ്പെടുത്ത് ഉപ്പിൻ്റെ അകത്തല്ല കിടക്കുന്നത്, അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഗ്യാസ് കട്ടറിനുള്ള ഗ്യാസ് എല്ലാം കൊണ്ടുവന്നിട്ടിരിക്കുന്നു. വലിയ യു-ബോൾട്ടൊക്കെ യു-ക്ലാമ്പൊക്കെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഇത് കണ്ടോ, കപ്പലിലെ വടവാണ്. ഇത് കപ്പലിൻ്റെ ചെയിൻ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ പാർക്കിനുള്ളിൽ ഇവിടെ ഹട്ടുകളൊക്കെ ഉണ്ട്. ഹട്ടല്ല, കൂടാരമാണ്. ടെൻറ്റുകളാണുള്ളത്. ധാരാളം ടെൻറ്റുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളും ഒക്കെ ടെൻറ്റ് ലൈഫ് ആസ്വദിക്കാനുള്ളവർക്ക് വേണ്ടി ചെയ്തതാവാം. അതുപോലെ തന്നെ 2 മരത്തെ കെട്ടിയിടാനുള്ള ഇതൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ഇന്ന് ടെൻ്റ് അടിക്കാതെ ഞങ്ങൾ ഇവത്തെ കിടന്നാലോ എന്ന് ആലോചിക്കുക. നമ്മുടെ തൊട്ടിക്കകത്ത് കുഞ്ഞി ഇവിടെ കൊണ്ടുവന്ന് തൊട്ടി കെട്ടിയിട്ട് നമുക്ക് ഇവിടെ കിടന്നാലോടി. രാവിലെ സൈക്കിൾ എടുത്തുകൊണ്ട് പോയാൽ പോരെ. അവരോട് ചോദിച്ചിട്ട് അതുവഴി നമുക്ക് സൈക്കിൾ ഇറക്കിക്കൊണ്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ കിടക്കാമല്ലോ സുഖമായിട്ട്. അപ്പം ഞങ്ങൾ പതിയെ നടക്കുകയാണ് മണലിൻ്റെ അകത്തൂടെ. കാറ്റാടിക്കാടുകൾക്കിടയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കൊള്ളാം അല്ല കുഞ്ഞി? കൊള്ളാമോ? അടിപൊളിയാണോ? സെറ്റല്ലേ? ഓക്കെ, സെറ്റ് മി സാ.
ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിൻ്റെ ഒരു സെറ്റപ്പ്. അടച്ചോ? അയ്യോ, പാർക്ക് അടച്ച്. ഞങ്ങളിനി എങ്ങനെ കയറും മല്ലയ്യ? നമ്മളിനി എങ്ങനെ കയറും? നമ്മളിനി എങ്ങനെ കയറും കുഞ്ഞി? പാർക്ക് അടച്ചാ? ഇല്ല, രക്ഷപ്പെട്ട് അല്ലേ? നമ്മൾ പെട്ടുപോയാന്. ഇതാണ് പാർക്കിൻ്റെ ഇത് ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ. അങ്ങനെ കുഞ്ഞിയും ഞാനും തിരിച്ച് പാർക്കിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് നാളത്തേക്കുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി പോകുന്നതാണ്. പോവല്ല, ഇവിടെ തന്നെ ഇന്ന് സ്റ്റേ ആണ്. വാ. ഞാനും കുഞ്ഞിയും പെട്ടിരിക്കുകയാണ്. കണ്ണൂർ അതിഭയങ്കര മഴയാണ്. മഴ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞങ്ങളിപ്പം ഇവിടെ ഉള്ളൊരു ഷെഡിൽ കയറി ഇരിക്കുകയാണ്. കടലിൻ്റെ സൈഡിലാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ പെട്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും കടൽ വലിയ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. ഇതാണ് കടത്തീരം. കടലിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുള്ളത്. ഇത് പുഴയാണ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ കടൽ കയറി വരാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല. ആ ബിൽഡിങ്ങിൽ പോയി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതൊക്കെയാലും ചോദിച്ചു നോക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മളിങ്ങനെ പെട്ട് നിൽക്കുകയാണ്. എന്നാ ചെയ്യുമെന്നറിയില്ല. ഏതായാലും ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചോദിച്ചു നോക്കണം. നമ്മളിപ്പോൾ ധർമ്മടത്താണുള്ളത്. ധർമ്മടം ഇവിടുത്തെ ബീച്ച് പാർക്കിൻ്റെ സമീപത്താണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഇക്കായുടെ കടയുടെ സമീപത്താണ് കിടന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുത്തെ പിള്ളേരെല്ലാം കൂടി ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറകെ പോവുകയാണ്. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അവർ സുബഹി എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ച്. അപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, പോയിട്ട് വരാം. അവിടുത്തെ കാഴ്ചകൾ കാണാം. ധർമ്മടത്തെ പുഴ ചേരുന്ന ഭാഗമാണിത്. ഇത് കണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്നലെ ഹെൽപ്പ് ചെയ്ത ആളുകളാണ് ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ. ഞാൻ ഇന്നലെ ഈ ധർമ്മടത്ത് ഈ ബീച്ച് പാർക്കിലാണ് നിന്നത്. അപ്പോഴത്തേനും വൈകുന്നേരം ഇവിടെ ഞങ്ങൾ വന്ന് ഞാനും കുഞ്ഞിയും കൂടി ഇവിടെ ഒക്കെ അടിച്ച് പൊളിച്ച് കണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു മഴ ഇങ്ങ് വന്ന്. എൻ്റെ ദൈവമേ, ആ മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ പിള്ളേരെല്ലാം കൂടി വന്നിട്ട് നമുക്ക് ആ വീടിൻ്റെ സൈഡിലുള്ള ഷെഡിൽ കിടക്കാനുള്ള സൗകര്യം ഒരുക്കി തന്ന്. രാത്രിയായിരുന്നു, ഒരു കറണ്ടില്ലായിരുന്നു. ഏകദേശം 12-1 മണിയായപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ രാവിലെ ഇവർ നോമ്പിലായിരുന്നു. അവർ സുബഹി എല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞ് അവർ വന്നതാണ്. വന്നിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുകയാണ്. കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നു. അവൾ സുഖിച്ച് ഇവിടെ കിടക്കുകയാണ്. അവൾക്ക് കാവലായിട്ട് അവിടെ 3-4 പേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാനുള്ള പരിപാടിയാണ്. 2 സെറ്റിങ്ങും നടത്തിയിട്ടുണ്ട്. കടൽ വന്ന് ചേരുന്ന പൊഴിമുഖമാണ് ഇത്, അഴിമുഖം. അതുകൊണ്ട് അങ്ങ് അകലെയൊക്കെ പാറകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ. വളരെ മനോഹരമായൊരു പ്രദേശമാണ്. ആളുകൾ ഇങ്ങോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലെ ഒരു രാവിലെ പ്രഭാതത്തിൽ വരണം. ഇത് കണ്ടോ, കടലിങ്ങനെ അടിച്ച് കയറുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ് കാണാൻ. ഇതാണ് അഴിമുഖത്തിൻ്റെ ഒരു ഭാഗം. ഇവിടെ വള്ളങ്ങളൊക്കെ ചെറുവള്ളങ്ങളാണ്. കൂടുതലും കല്ലുമ്മക്കായ പറിക്കാൻ പോകുന്ന വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ വെള്ളം അടിച്ച് കയറിയ സ്ഥലമാണ് കേട്ടോ. ആ മോൻ കളിക്കുന്ന അവിടം വരെയാണ് രാത്രി വെള്ളം കയറുന്നത്. സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. എന്താ അല്ലേ? കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ഞാനൊരു കൂടെ കയ്യിലുണ്ട്, എടുത്തിട്ടുള്ളൂ. എനിക്കിനി ഇപ്പം ഫ്രഷാണ്, ഇതുവരെ ഫ്രഷായില്ല.
രാവിലെ എഴുന്നേറ്റിങ്ങ് പോകുന്നതാണ്. കുഞ്ഞിപ്പെണ്ണ് കിടക്കുന്നു. കുഞ്ഞി കുഞ്ഞി എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ കണ്ട് കിടക്കുകയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ക്രിക്കറ്റ് കളിയിലാണ്. ഞാൻ ഔട്ടായി കേട്ടോ. ഞാൻ ക്യാച്ചിൽ പോയി ഒരു 2 റണ്ണും എടുത്തു. പിന്നെ മറ്റേ പുള്ളി അടിച്ചപ്പോൾ കുറേ ഓടി. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോഴത്തെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൊച്ചു പിള്ളേരുടെ ക്രിക്കറ്റ് കളി, അപ്പുറത്ത് വലിയ പിള്ളേരുടെ ക്രിക്കറ്റ് കളി. നല്ല കനം അടികളാണ് നടക്കുന്നത്. അപ്പോൾ കടൽ ശാന്തമായിട്ട് ഇങ്ങനെ കരയെ തഴുകിക്കൊണ്ടിരിക്കുന്ന സീനൊക്കെ കണ്ട് ഇരിക്കുമ്പോൾ തന്നെ അങ്ങേ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് മുകളിലേക്ക് ഉയർന്നു. ഇന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ, മറ്റൊന്നും കൊണ്ടല്ല. ഇന്ന് നമുക്ക് 1-2 പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണേണ്ടത്. അവയൊക്കെ തുറക്കുമ്പോഴത്തേനും 8:30-9 മണിയാവും. അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട്, ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞിതേ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് ഇവിടെ കിടക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണെ ഇവിടെ കിടന്നു ഉണ്ടോ? അവൾ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് കിടക്കുകയാണ്. അതൊക്കെ അതേ പറ്റത്തുള്ളൂ. അങ്ങനെ കളി തീർന്നില്ല എന്ന മട്ടിൽ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പതിയെ ഫീൽഡ് ചെയ്യാൻ പോവുക.